രക്തത്തിലെ പഞ്ചസാരയുടെ അളവിനെ നിയന്ത്രിക്കാൻ കഴിക്കേണ്ട കാർബോഹൈഡ്രേറ്റ് കുറഞ്ഞ ഭക്ഷണങ്ങൾ. ഇത്തരം ഭക്ഷണങ്ങളാണ് ഷുഗർ കുറയ്ക്കാനായി നമ്മൾ ഡയറ്റിൽ ഉൾപ്പെടുത്തേണ്ടത്. ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. ഞാൻ ഡയറ്റീഷ്യൻ സിനി റോയ്. 1. ബെറീസ്. ബെറി പഴങ്ങളാണ് ആദ്യമായി ഈ പട്ടികയിൽ ഉൾപ്പെടുന്നത്. കാർബോഹൈഡ്രേറ്റ് കുറഞ്ഞ പഴങ്ങളാണ് ബെറീസ്. കൂടാതെ ഇവയിൽ ആൻറ്റി ഓക്സിഡൻറ്റുകളും ധാരാളം ഫൈബറും അടങ്ങിയിട്ടുണ്ട്. അതിനാൽ ഇവ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കൂടാതിരിക്കാൻ സഹായിക്കും. അടുത്തത് മുട്ട. ദിവസവും ഒരു മുട്ട കഴിക്കുന്നത് ടൈപ്പ് 2 ഡയബറ്റീസ് സാധ്യത കുറയ്ക്കുമെന്ന് ഈസ്റ്റേൺ ഫിൻലൻഡിലെ ഗവേഷകർ നടത്തിയ പുതിയ പഠനം പറയുന്നു. പോഷകാഹാരങ്ങളുടെ പട്ടികയിൽ മുൻനിര സ്ഥാനമാണ് മുട്ടയ്ക്ക്. കൊളസ്ട്രോൾ കുറയ്ക്കാനും രക്തസമ്മർദ്ദം കുറയ്ക്കാനും ഹൃദ്രോഗ സാധ്യത കുറയ്ക്കാനും മുട്ട കഴിക്കുന്നത് നല്ലതാണ്. എന്നാൽ പ്രമേഹ രോഗികൾ മുട്ട കഴിക്കുന്നത് നല്ലതാണെന്നാണ് പുതിയ കണ്ടെത്തൽ. പ്രമേഹം മൂലമുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾക്ക് പരിഹാരമാണ് മുട്ട. കാരണം വൈറ്റമിൻ B12, വൈറ്റമിൻ എ, വൈറ്റമിൻ ഡി എന്നീ പോഷകങ്ങൾ മുട്ടയിൽ കാണപ്പെടുന്നു. മുട്ട ദിവസവും കഴിക്കുന്നത് ഉയർന്ന കൊളസ്ട്രോൾ ഇല്ലാതാക്കാൻ സഹായിക്കും. കാർബോഹൈഡ്രേറ്റ് കുറഞ്ഞ പ്രോട്ടീൻ ധാരാളമടങ്ങിയ മുട്ട കഴിക്കുന്നതും പ്രമേഹത്തെ നിയന്ത്രിക്കാൻ സഹായിക്കും. മുട്ട കഴിക്കുന്നവർ പുഴുങ്ങിയ മുട്ട കഴിക്കണം. അടുത്തത് നട്ട്സ്. പ്രോട്ടീനും വൈറ്റമിൻസും മറ്റു ധാതുക്കളും ആരോഗ്യകരമായ കൊഴുപ്പും അടങ്ങിയ ബദാം, വാൽനട്ട്സ്, നിലക്കടല തുടങ്ങിയ നട്ട്സുകൾ കഴിക്കുന്നതും രക്തത്തിലെ പഞ്ചസാരയുടെ അളവിനെ നിയന്ത്രിക്കാൻ സഹായിക്കും. ഷുഗർ മാത്രമല്ല, നട്ട്സിലെ പോഷകങ്ങൾ പ്രമേഹമുള്ളവരിൽ ശരീരഭാരം കുറയ്ക്കാനും രക്തസമ്മർദ്ദം നിയന്ത്രിക്കാനും സഹായിക്കുന്നു. ബദാം, വാൽനട്ട്, കപ്പലണ്ടി, കശുവണ്ടി, പിസ്ത തുടങ്ങിയ നട്ട്സുകൾ പ്രോട്ടീൻ സമ്പുഷ്ടമാണ്. ഇവയെല്ലാം ഒരു നിശ്ചിത അളവിൽ മാത്രമേ കഴിക്കാവൂ. അടുത്തത് മത്സ്യം. കൊഴുപ്പുള്ള മത്സ്യങ്ങളിൽ ഒമേഗ 3 ഫാറ്റി ആസിഡുകൾ അടങ്ങിയിട്ടുണ്ട്. അതിനാൽ സാൽമൺ, മത്തി, അയല തുടങ്ങിയ മത്സ്യങ്ങൾ കഴിക്കുന്നത് പ്രമേഹമുള്ളവർക്ക് വളരെ നല്ലതാണ്. മത്സ്യം കഴിക്കുന്നവർ കറി രൂപത്തിൽ കഴിക്കുക. അടുത്തത് ചീര. കാർബോഹൈഡ്രേറ്റ് കുറഞ്ഞ ചീരയിൽ ഫൈബറും മറ്റ് വൈറ്റമിൻസും ധാരാളം അടങ്ങിയിട്ടുണ്ട്. ഇരുമ്പിൻ്റെ നല്ല ഉറവിടമാണ് ചീര. കൂടാതെ വൈറ്റമിൻ സി ധാരാളമുള്ളതിനാൽ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ ഇത് സഹായിക്കുന്നു. ഓക്സിഡേറ്റീവ് സ്ട്രെസ്, വീക്കം എന്നിവയിൽ നിന്ന് സംരക്ഷിക്കാൻ സഹായിക്കുന്ന ആൻറ്റി ഓക്സിഡൻറ്റുകൾ ചീരയിൽ അടങ്ങിയിരിക്കുന്നു. ചീരയിലെ നാരുകൾ രക്തത്തിലേക്ക് പഞ്ചസാര ആഗിരണം ചെയ്യുന്നത് മന്ദഗതിയിലാക്കാൻ സഹായിക്കും. കൂടാതെ ദഹനത്തെ സഹായിക്കുന്ന ഡയറ്ററി ഫൈബർ ഇതിൽ കൂടുതലാണ്. അതിനാൽ ചീര കഴിക്കുന്നതും പ്രമേഹമുള്ളവർക്ക് വളരെ നല്ലതാണ്. അടുത്തത് സിട്രസ് പഴങ്ങൾ. ഓറഞ്ച്, നാരങ്ങ, മുന്തിരി തുടങ്ങിയവയിൽ വൈറ്റമിൻ സി ധാരാളമായിട്ടുണ്ട്. ഇവ പ്രമേഹ സാധ്യത കുറയ്ക്കാൻ സഹായിക്കും. ഇതിലെ സോലുബിൾ ഫൈബേഴ്സ് എന്നറിയപ്പെടുന്ന പെക്റ്റിൻ ബ്ലഡ് ഷുഗർ കൺട്രോൾ ചെയ്യാൻ സഹായിക്കുന്നു. അടുത്തത് ബദാം മിൽക്ക്. കാർബോഹൈഡ്രേറ്റ് ഒട്ടും തന്നെ ഇല്ലാത്ത ഒന്നാണ് ബദാം മിൽക്ക്. കൂടാതെ ഗ്ലൈസേമിക് സൂചികയും കുറവാണ്. അതിനാൽ ബദാം മിൽക്ക് പ്രമേഹമുള്ളവർക്ക് ധൈര്യമായി കുടിക്കാം. മാത്രമല്ല ധാരാളം പോഷകങ്ങളാൽ സമ്പന്നമാണ് ബദാം മിൽക്ക്. കാൽസ്യം, വൈറ്റമിൻ ഇ, ഒമേഗ 3 ഫാറ്റി ആസിഡ് എന്നിങ്ങനെ നമുക്കാവശ്യമായ പല ഘടകങ്ങളുടെയും സ്രോതസ്സ് കൂടിയാണ് ബദാം മിൽക്ക്. കൂടാതെ ഹൃദയാരോഗ്യത്തിന് ഏറെ നല്ലതാണ് ബദാം മിൽക്ക്. ഇതിലടങ്ങിയിരിക്കുന്ന സാച്ചുറേറ്റഡ് ഫാറ്റ്, നല്ല കൊഴുപ്പുകൾ എന്നിവയാണ് ഹൃദയത്തിന് ഗുണകരമാക്കുന്നത്. തലച്ചോറിൻ്റെ പ്രവർത്തനം ത്വരിതപ്പെടുത്തുന്നതിനും രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിനുമെല്ലാം ബദാം മിൽക്ക് സഹായിക്കുന്നു. ഒമേഗ 3 ഫാറ്റി ആസിഡാണ് തലച്ചോറിന് ഗുണകരമാക്കുന്നത്. ഇതിനു പുറമെ ബദാം മിൽക്കിലുള്ള വൈറ്റമിൻ ഇ ആണ് പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നത്. ആരോഗ്യകരമായ കൊഴുപ്പുള്ളതിനാലും കലോറി കുറവായതിനാലും പ്രമേഹമുള്ളവരിൽ വണ്ണം കുറയ്ക്കാനും ബദാം മിൽക്ക് കുടിക്കാവുന്നതാണ്. അതിലുമുപരിയായി ദഹന പ്രശ്നങ്ങൾ ലഘൂകരിക്കാനും ദഹനം കൂട്ടാനുമെല്ലാം ബദാം മിൽക്ക് കുടിക്കുന്നത് വളരെ നല്ലതാണ്. കൂടാതെ എല്ലുകളുടെ ആരോഗ്യം ബലപ്പെടുത്തുന്നതിനും ബദാം മിൽക്ക് ഏറെ സഹായിക്കുന്നു. കാൽസ്യം, വൈറ്റമിൻ ഡി എന്നിവയാൽ സമ്പന്നമായതിനാലാണ് ഇത് എല്ലുകളുടെ ബലത്തിന് ഗുണകരമാകുന്നത്. എല്ലുകൾക്കൊപ്പം തന്നെ പേശികളുടെ ബലത്തിനും ബദാം മിൽക്ക് ഏറെ നല്ലതാണ്. അപ്പോൾ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കാൻ സഹായിക്കുന്ന കാർബോഹൈഡ്രേറ്റ് കുറഞ്ഞ ഭക്ഷണങ്ങൾ ഇതൊക്കെയാണ്. ഈ ഭക്ഷണങ്ങളിൽ പ്രോട്ടീനും ഫൈബറും ധാരാളമുണ്ട്. ഈ ഭക്ഷണങ്ങൾ നമ്മുടെ ശരീരത്തിനാവശ്യമായ പല പോഷകങ്ങളും അടങ്ങിയ ഭക്ഷണങ്ങളാണ്. ഇത് പ്രമേഹമുള്ളവരിൽ ഷുഗർ ഒരു പരിധിവരെ കുറയ്ക്കാനായി സഹായിക്കും. അതിനാൽ നിങ്ങളുടെ ഡെയിലി ഡയറ്റിൽ ഈ പറഞ്ഞ ഭക്ഷണങ്ങൾ നിങ്ങൾ ഉൾപ്പെടുത്തുക. അപ്പോൾ ഫ്രണ്ട്സ്, ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ കണ്ടതിന് ശേഷം ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക്